ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളെ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം നമുക്കുണ്ടാവുന്ന വേജനൽ ഡിസ്ചാർജും അതുപോലെ തന്നെ വേജനൽ ഇച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ കുട്ടി ചോദിച്ചിട്ട് കുറച്ച് കാലമായി, പക്ഷെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീണ്ടും മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഒന്ന് പ്രിപ്പയർ ആവാനുള്ള കാരണമാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാനും ഈ പ്രഗ്നൻസി ടൈമിൽ പോവല്ലേ, പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത്. സോ ഇത് യൂസ്ഫുൾ ആവും. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ കാണുക. ഞാനൊരു ഡോക്ടറൊന്നുമല്ല, നമ്മളൊരു സാധാ ഞാനൊരു എൻജിനീയറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ടോപ്പിക് ചെയ്ത് വരുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് പിന്നെ അത് കമൻറ്റ് വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ശരിയാണ്, നമുക്ക് എല്ലാവർക്കും വാജിനൽ ഡിസ്ചാർജും അതുപോലെ തന്നെ ഇച്ച്നെസ്സും ഒക്കെ കൂടുതലായിട്ട് കാണും. നമ്മൾ ഡ്യൂറിങ് പ്രഗ്നൻസി മാത്രമല്ല, ആഫ്റ്റർ ഡെലിവറി ഈ ഒരു ഇത് കൂടുതലായിരിക്കും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും ഒക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലൈമറ്റും ഒരു ഇതൊക്കെ ഇതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വൃത്തിയില്ലായ്മ, ഇതൊക്കെ ഈ ഒരു കേസിൽ വരുന്നുണ്ട്. വാജിനൽ ഡിസ്ചാർജിനും അതുപോലെ തന്നെ വാജിനൽ ഇച്ച്നെസ്സിനും എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം എന്തായാലും നമ്മളെ വാജിനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ കോമൺ ആണ്, നോർമൽ കേസാണ്. അതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലെങ്കിൽ വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് നോർമൽ. ഇത് കൂടുതലുണ്ട് അതുപോലെ തന്നെ കളേർഡ് ആണ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിന് എന്തായാലും കാണണം. അതുപോലെ തന്നെ ഇതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹോർമോണൽ ചേഞ്ചസും അതുപോലെ തന്നെ നമ്മുടെ സെർവിക്സ് സോഫ്റ്റ് ആവുന്നതിൻ്റെ ഒക്കെ കാരണം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ നമുക്ക് പ്രഗ്നൻസിയിൽ ഈ ഒരു ഡിസ്ചാർജ് കാണപ്പെടുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാജിനൽ ഡിസ്ചാർജ് ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു പ്രിവെൻറ്റ് ചെയ്യുകയാണ് നമ്മുടെ യൂട്രക്സിനും അതുപോലെ തന്നെ സെർവിക്സിനും ഒക്കെ ഈ ബാക്ടീരിയ ഒക്കെ എൻ്റർ ചെയ്യുന്നത് നമ്മളെ ഉണ്ണിയുണ്ടല്ലോ. അപ്പോൾ അത് എന്താ പറയുക, അതിന് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സൂക്ഷിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഇതിനെ യൂട്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വെച്ചേക്കാണ്. സോ നമ്മുടെ എൻഡ് ഓഫ് ദി പ്രഗ്നൻസി, നമ്മുടെ പ്രഗ്നൻസിയുടെ അവസാന ഘട്ടങ്ങളിൽ ഇത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവിക്സ് ഇങ്ങനെ സോഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൂടുതലാവുന്നത്. പിന്നെ എന്താ, ഈ പറഞ്ഞ പോലെ കളേർഡ് ഞാൻ പറഞ്ഞല്ലോ, വൈറ്റോ അല്ലെങ്കിൽ ക്ലിയർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് എന്താ പറയുക, കളേർഡ് ആണ്, അതുപോലെ സ്മെല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണണം. അത് ചിലപ്പോൾ വല്ല എന്താ പറയുക ഇൻഫെക്ഷനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണതാണ്. സോ നമ്മുടെ ഉള്ളിൽ ഉണ്ണി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഡോക്ടറൊക്കെ കാണണം. ചിലപ്പോൾ UTI ഒക്കെ കാരണമൊക്കെ ഇതുണ്ടായിരിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക, വാജിനൽ ഡിസ്ചാർജ് കാരണം നമുക്ക് ഇച്ച്നെസ്സും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ വീർമത, സോർനെസ് ഒക്കെ ഉണ്ടാവാം, നീര് വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കളറോ ബാഡ് സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. ഇല്ല ചെറിയ അളവിലുള്ളൂ, അതുപോലെ തന്നെ വൈറ്റ് കളറാണ്, സ്മെല്ലൊന്നുമില്ല, അല്ലെങ്കിൽ ക്ലിയർഡ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇറ്റ്സ് നോർമൽ ആണ് വാജിനൽ ഡിസ്ചാർജ്. ഇനി ഈ വാജിനൽ ഡിസ്ചാർജ് എന്താ പറയുക കാരണം നമുക്ക് കുറച്ച് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഇച്ച്നെസ്, സോർനെസ് അങ്ങനെയൊക്കെ വരുന്നതാണ്, നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ
നമുക്ക് ആ ഒരു ഏരിയയിൽ, വാജിനൽ ഏരിയയിൽ സ്വന്തമായിട്ടുള്ള ഒരു ക്ലെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ പ്രഗ്നൻസി ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, നമ്മുടെ ശരീരം ചൂടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ വിയർക്കും അങ്ങനെയൊക്കെ. അപ്പോൾ വിയർപ്പ് ഇരുന്നിട്ടും വെള്ളം ഇരുന്നിട്ടും ഒക്കെ ഈ പറഞ്ഞ പോലെ ആ ഭാഗങ്ങളിൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വാജിനൽ ഇച്ച്നെസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നതല്ലേ. അതിൻ്റെ ഇടയിൽ ക്യാമറ ഒന്ന് വീണ് പോയി, അതുണ്ടായി കേട്ടോ. അപ്പോൾ ഈ വാജിനൽ ഇച്ചസിൻ്റെ കോസസ് എന്താണ്, ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഹോം റെമഡി എന്താണെന്ന് പറയാം. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധക്കുറവ് കുറേ റീസൺ ആണ്. ഹോർമോണൽ ചേഞ്ചസ് മാത്രമല്ല, നമ്മൾ കുറേ ശ്രദ്ധ കുറവ് കൊണ്ടും നമുക്ക് പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറിയിലും നമുക്ക് ഈ ഇച്ച്നെസ് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ വാജിനൽ ഏരിയയിലത്തെ pH ലെവൽ എന്ത് ചെയ്യും, ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ശരിക്കും വാജിനൽ ഏരിയയ്ക്ക് സ്വന്തമായിട്ടുള്ള ഈ ഒരു ക്ലൻസിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എന്താ പറയുക, അത് ഇൻഫെക്ഷൻ വരുന്നതൊക്കെ തടയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ, ഞാൻ എഴുതി വെച്ചുള്ളത് ഇടയ്ക്ക് നോക്കണതാട്ടോ. അപ്പോൾ എന്ത് സംഭവിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച കാരണം നമ്മൾ അത് പഠിച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി പോകും, അതാണ് പ്രശ്നം. സോറി, അപ്പോൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ വാജിനൽ ഏരിയയിൽ എന്താ പറയുക, സ്വയം ക്ലൻസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വാജിനൽ ഏരിയയിൽ എന്താണ് സ്വന്തമായി ഒരു ചെറിയൊരു ലൂബ്രിക്കേഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നല്ല ബാക്ടീരിയയും അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയയും വളരുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മൾ വാജിനൽ ഏരിയയിൽ എപ്പോഴും ഒരു ലൂബ്രിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ എന്താ പറയുക, നമ്മളെ പ്രതിരോധ ശേഷിയൊക്കെ കുറയുന്നുണ്ട്. നമുക്ക് pH ലെവലൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയ അത് എന്ത് ചെയ്യും, കൂടുതലായിട്ട് വളരാൻ കാരണമാവുന്നുണ്ട്. അങ്ങനെ അത് ഈ മിക്കതും ചീത്ത ബാക്ടീരിയവും വളരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചൊറിച്ചിൽ അനുഭവപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇൻഫെക്ഷൻ കാരണം, ഞാൻ പറഞ്ഞ പോലെ വാജിനൽ ഡിസ്ചാർജ് ഒക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യും, ഈച്ച്നെസ് വരും. പിന്നെ ഈ ടൈമിൽ നമുക്ക് വല്ല നീറ്റല, ഉൾഭാഗങ്ങളിൽ നീറ്റൽ, ചൊറിച്ചിൽ, അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ വി ഷേപ്പിൽ ആ ഒരു ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തൊളഭാഗത്തൊക്കെ പൂപ്പൽ പോലൊക്കെ വൈറ്റ് കളറിലൊക്കെ കാണാം ചിലർക്ക് കേട്ടോ. അപ്പോൾ ഈ ചൊറിച്ചിൽ കാരണം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് റീസൺസ് ഉണ്ട്. റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബാലൻസ് കാരണം മാത്രമല്ല, ഈ ബാക്ടീരിയ വളർന്നത് ഒരു റീസൺ ആണ്. എന്താ അതിനാണെങ്കിൽ ബാക്ടീരിയ വാജിനോസിസോ അങ്ങനെ എന്തോ ഒന്ന് പറയും, ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം ഇച്ച്നെസ് വരുന്നത്, നമ്മൾ ബാക്ടീരിയയുടെ ആ ഒരു കാരണം കൊണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ, ഹെയർ റിമൂവ് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷേവിങ് സെറ്റോ അല്ലെങ്കിൽ ട്രിമ്മർ അങ്ങനെയൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തെറ്റ് പറ്റിയിട്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ചെയ്യുക. തിരിച്ചും മറിച്ചും ചെയ്യുമ്പോൾ ഒക്കെ അത് പ്രശ്നങ്ങൾ, ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഇതിൽ നിന്ന് അലർജീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് ചൊറിച്ചിൽ വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൃത്തിയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ ചിലപ്പോൾ ചിലർക്ക് ഇത് പ്രോപ്പറായിട്ട് നീറ്റാക്കി കൊണ്ടുപോകാൻ പറ്റാത്തൊരു കേസ് ഉണ്ടായിരിക്കാം. ഫസ്റ്റ് സെക്കൻഡൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയാലും ലാസ്റ്റ് ടൈമിൽ ചിലപ്പോൾ ഹെൽപ്പിന് ആരില്ലെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും അത് ട്രിം ചെയ്യാനെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ പാർട്ട്ണറിനോ ആരെങ്കിലും ഹെൽപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്തായാലും ക്ലീൻ ചെയ്ത് തരും. പക്ഷെ ഈ ഒരു സമയത്ത് ഇച്ച്നെസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ എന്താ പറയുക, വെള്ളമൊക്കെ ഇരുന്ന് ഹെയറിലുണ്ടാകുന്ന ആ വെള്ളമൊക്കെ ഇരുന്ന് അങ്ങനെയും ചൊറിച്ചിൽ വരാമല്ലോ. അപ്പോൾ വൃത്തിയില്ലായ്മ ഒരു കേസാണ്. അതുപോലെ നമ്മൾ ശരിക്ക് കഴുകി യൂറിനേറ്റ് ചെയ്തതിന് ശേഷം കഴുകി നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ഡ്രൈ കോട്ടൺ തുണി വെച്ചിട്ട് മുന്നിൽ നിന്നും
താഴോട്ട് ബാക്കിലോട്ട് ഒപ്പിയെടുക്കുക, തുടയ്ക്കല്ല, ഒപ്പിയെടുക്കുന്ന വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ട് നല്ല പാൻറ്റീസ് ധരിക്കുക. അപ്പോൾ പാൻറ്റീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുപോലെ പാൻറ്റീസൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ലൂസുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കോട്ടൺ പാൻറ്റീസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കോട്ടൺ പാൻറ്റീസ് ലൂസായിട്ട് കുറച്ച് എയറൊക്കെ കടക്കുന്ന രീതിയിലുള്ള, അതിപ്പോൾ ഇന്നർ വെയേഴ്സ് ആണെങ്കിലും നമ്മുടെ ബ്രാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇടണം. ഈ വാജിനൽ ഇച്ചിനെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പാൻറ്റീസ് എന്തായാലും ലൂസുള്ള അത് നോക്കി മേടിച്ചിടുക. നമ്മൾ പ്രഗ്നൻസി മാത്രമല്ല ഡെലിവറി ടൈമിലും നല്ല കംഫർട്ടുള്ളത് നോക്കി മേടിച്ചിടുക. പിന്നെ എന്താ പറയുക, അതുപോലെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്തായാലും പാഡൊന്നും വയ്ക്കില്ല. പക്ഷെ ഡെലിവറിക്ക് ശേഷം എന്താണ്, ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസിയുടെ കാര്യമാണ് പറയണമെങ്കിലും ഡെലിവറിക്ക് ശേഷം നമുക്ക് ഓൾമോസ്റ്റ് 6 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ത്രൂ ഔട്ട് കുറച്ച് ടൈം നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നല്ല നീറ്റാക്കി കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പാഡൊക്കെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ക്ലീൻ ആക്കി വയ്ക്കുക, നല്ല വൃത്തിയിൽ കഴുകി എന്താ പറയുക ഇതുപോലെ ഒപ്പി ഇതാക്കി വയ്ക്കുക. ഹെയർ റിമൂവ് ചെയ്ത്, ഓൾറെഡി ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ടൈം പോകുന്തോറും ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കറക്റ്റായി നീറ്റാക്കി വയ്ക്കുക. ഇല്ലെങ്കിലും ഇതുപോലെ ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ നമുക്ക് വാജിനൽ ഡിസ്ചാർജ് അതുപോലെ തന്നെ ഈ ഒരു ഇച്ച്നെസ്സൊക്കെ കൂടുതലായിട്ട് കാണുന്ന ടൈമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പ്രഗ്നൻസിയിൽ നമുക്ക് ഡയബറ്റിക്സ് ഉണ്ടെങ്കിലും ബ്ലഡിലുണ്ടാവുന്ന ഷുഗർ ലെവൽ കാരണം നമുക്ക് ബാക്ടീരിയ വളർന്നിട്ട് ഇതുപോലെ ഇവിടെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്തരം പേര് എന്താണ്, ഷുഗർ നോർമലായിട്ട് കൊണ്ടുപോകാനുള്ള ഫുഡ് കഴിക്കുക, നമ്മളെ മധുരമുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ വാജിനൽ ഡ്രൈനെസ് ഒരു കാരണമാണ്. നമ്മൾ കൂടുതൽ ഡ്രൈനെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈസ്ട്രജൻ്റെ ലെവലിൽ വ്യത്യാസം വരുമ്പോൾ എന്താണ്, നമുക്ക് വാജിനൽ ഡ്രൈനെസ് വരും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ചൂടും ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്ലൈമറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമ്മൾ ചൂടായിരുന്നു. ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. ഈ വീഡിയോ ഇനി നിങ്ങൾ എപ്പോഴാണ് കാണുമെന്ന് അറിയില്ല, ചിലപ്പോൾ മേ ബി കുറച്ച് ലേറ്റർ ആയിട്ടാവും കാണുന്നുണ്ടാവുക, ഇയേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ആവും കാണുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മളിപ്പോൾ മെയ് ലാസ്റ്റാണ്, ഇപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തു തുടങ്ങി, നമ്മുടെ കേരളത്തിൽ മഴ പെയ്തു തുടങ്ങിയിട്ടാ. അപ്പോൾ അതിന് മുന്നേ ഉള്ള ടൈം, അതായത് എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു 5-6-7 മാസങ്ങളിലൊക്കെ നല്ല ചൂടുള്ള ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ചൂടായിട്ട് വിയർപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ മാക്സിമം അണ്ടർ സ്കേർട്ട്, നമ്മൾ അടിപ്പാവാടകൾ യൂസ് ചെയ്യൽ കുറച്ചു, ലൂസുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്ത് തുടങ്ങി. അതൊക്കെയാണ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് വാജിനൽ ഡിസ്ചാർജും അതുപോലെ തന്നെ ഇച്ച്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്സ് കൂടും. ഡെലിവറിയെ കുറിച്ചുള്ള ടെൻഷൻ, വല്ല ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്, വീട്ടിലത്തെ ടെൻഷൻസ്, കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സ്, ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വാജിനൽ ഇച്ച്നെസ്സിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ വല്ല എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഇച്ച്നെസ് വരാൻ കാരണമുണ്ട്. കാരണം ഇത് ചീത്ത ബാക്ടീരിയനെ ഇതാക്കിയിട്ട് നല്ല ബാക്ടീരിയനെ തടഞ്ഞു നിർത്തുക, അങ്ങനത്തെ എന്തോ ഒരു ഇതുണ്ട് അത് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ചിലപ്പോൾ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കരുത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിനുള്ള മെഡിസിൻ തരും. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാൻഡിഡെർമ തേക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന്. നമ്മൾ ഉള്ളിലേക്ക് കാൻഡിഡെർമ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എക്സ്റ്റേണൽ യൂസ് ഓൺലിന്ന്, മറ്റേ തൊടഭാഗമൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് നടക്കുക, കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നടക്കുക. ഇങ്ങനെ സെക്ഷൽ ഇൻ്റർകോഴ്സൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുളിച്ച് ഫ്രഷായി നീറ്റാക്കി ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ കോട്ടൺ വെച്ച് ഒപ്പിയെടുത്ത് നല്ല വൃത്തിയിൽ നമ്മൾ കൊണ്ടു നടക്കുക. പിന്നെ ആഫ്റ്റർ ഡെലിവറിയിൽ വൃത്തിയിൽ
നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ എഴുതി വെച്ച നോട്ടിൽ. ഓക്കെ, ഇനി ട്രീറ്റ് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു പോയി, എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്ന്, ക്ലീൻ യുവർ വെജിന, നമ്മൾ നല്ല വെള്ളം കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെന്താണ്, ഇതുപോലെ ഡ്രൈ കോട്ടൺ വെച്ചിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കുക, മുന്നിൽ നിന്ന് താഴോട്ട് ഒപ്പിയെടുക്കുക. പിന്നെന്താണ്, സോപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ 9 മുകളിൽ pH ലെവലുള്ളതാണ്, 9+ pH ലെവലുള്ളതാണ്. സോ ആ സോപ്പ് യൂസ് ചെയ്യരുത്. കാരണം സോപ്പ് യൂസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ റാഷസും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ചുറിച്ചിലൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മൈൽഡ് സോപ്പായിരിക്കണം ആ ഭാഗങ്ങളിൽ യൂസ് ചെയ്യേണ്ടത്. ഏകദേശം 5-ന് താഴെയുള്ള pH ലെവൽ 5-ന് താഴെയുള്ളത് വേണം യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ പറയണത്, ഇത് ഈ നമ്മൾ വി വാഷ്, അതുപോലെ സാവലോൺ, ഡെറ്റോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH ലെവൽ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ചിലത് എന്താ പറയുക, ഡിസ്ചാർജസ് കൂടും, ചൊറിച്ചിലും കാര്യങ്ങളും, ചിലർക്ക് ഇറിറ്റേഷൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വി വാഷ്, സാവലോൺ, ഡെറ്റോൾ അതൊന്നും ആ ഭാഗങ്ങളിൽ യൂസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ നീറ്റലും കാര്യങ്ങളൊക്കെ വരും. ചിലർ ആ ടൈമിൽ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെന്താ, എന്തെങ്കിലും ഇട്ടണ്ട. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസിയിലായാലും ഡെലിവറിക്കായാലും എപ്പോഴായാലും നോർമൽ കേസിലായാലും നമ്മൾ ഈ നീറ്റ്നെസ് ഒക്കെ നോക്കണം. അതോടൊപ്പം തന്നെ നന്നായി വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ഇതുണ്ടാവും. നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയാസ്, ചീത്ത ബാക്ടീരിയനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് നടക്കാൻ പറ്റും. അപ്പം മാക്സിമം നന്നായി വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. പിന്നെ എന്താണ്, പാൻറ്റീസ് ഈ പറഞ്ഞ പോലെ കോട്ടൺ യൂസ് ചെയ്യുക, ലൂസുള്ളത് യൂസ് ചെയ്യുക. പിന്നെ തൈര് കഴിക്കുന്നത് നല്ലതാണ്, അതിൽ പ്രോബയോട്ടിക് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇളം ചൂടുവെള്ളമായിട്ട് കഴുകിയിട്ട് തുടയ്ക്കുന്നത് നല്ലതാണ് ചൊറിച്ചിൽ മാറാൻ. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ, അത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളൊരു ഇതാണ്. അപ്പോൾ അത് പരട്ടുന്നത് നല്ലതാണ്. ചെറുതായിട്ടൊന്ന് ചൊറിച്ചിലുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്, ഉള്ളിലേക്കാക്കാതെ നോക്കുക. പിന്നെ എന്താണ്, ഡ്രൈ ആയിട്ട് എപ്പോഴും സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കഴുകി കളയുക കേട്ടോ. നല്ല വെള്ളമല്ല, വെള്ളം നന്നായി ചൂടാക്കിയിട്ട് പിന്നെ അത് ചൂടാറിയതിൻ്റെ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കഴുകി വൃത്തിയാക്കാൻ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയുള്ള കാര്യം, ഒരു ഹോം റെമഡിയും കൂടിയും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതിൽ, നമുക്കിങ്ങനെ ചൊറിച്ചിലുള്ള സമയങ്ങളിൽ, ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും അല്ലെങ്കിലും നമുക്കിങ്ങനെ ചൊറിച്ചിലുണ്ടെങ്കിൽ ഒരു റെമഡി പറഞ്ഞു തരാം. നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ട് അതിലിട്ടിട്ട് ഒരു 2 പ്രാവശ്യം അതായത് 2 പ്രാവശ്യം തിളപ്പിക്കുക വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചാൽ അതിനെ നന്നായി തിളച്ച് വറ്റി 1 ഗ്ലാസ് വെള്ളം രൂപത്തിലാക്കിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്യണത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ദിവസം ചെയ്താൽ തന്നെ ഒരു കുറവ് തോന്നും, പിറ്റേ ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം കാണാം. ഈ ചൂടുവെള്ളം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചൂടാറി ഇളം ചൂടോട് കൂടിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. വേറെ എന്തെങ്കിലും ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കണ്ട. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.